എന്തുകൊണ്ട് ആ വിമാനം പറന്നുയർന്നു എന്നത് പ്രധാനപ്പെട്ട ചോദ്യമായി മാറുന്നു. ഇന്ധനം നിറയ്ക്കാൻ എന്നാണ് നമ്മളോട് അവർ ആദ്യം പറഞ്ഞത്. ഇന്ധനം നിറയ്ക്കാൻ എത്തിയ വിമാനം എന്തുകൊണ്ട് 4 ദിവസമായിട്ടും മടങ്ങിയില്ല എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. F-35B എന്ന യുദ്ധവിമാനം ചില്ലറക്കാരനല്ല. ലോകത്തിന്ന് ലഭ്യമാവുന്ന ഏറ്റവും ശക്തമായ വിമാനങ്ങളിൽ ഒന്നാണിത്. കോടിക്കണക്കിന് രൂപ വിലയുള്ള ഈ വിമാനം ഇപ്പോൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഇസ്രായേലിനും മാത്രമേ ഉള്ളൂ. ആ യുദ്ധവിമാനമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ തലസ്ഥാനത്ത് വന്ന് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നത്. വിമാനം അപ്പോൾ തന്നെ ഇന്ധനം നിറച്ച് മടങ്ങേണ്ടതാണ്. എന്നാൽ ഇതുവരെ അത് മടങ്ങിയിട്ടില്ല. വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ട് എന്നാണ് പറയുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് അങ്ങനെ സാങ്കേതിക തകരാർ പറക്കുന്നതിനിടയിൽ ഉണ്ടാവുക വളരെ വിരളമാണ്. സാങ്കേതിക തകരാറുകൾ പൂർണ്ണമായും പരിശോധിച്ച ശേഷം മാത്രമേ യുദ്ധവിമാനങ്ങൾ പറക്കാൻ ഉപയോഗിക്കൂ. ഇതും ദുരൂഹമായി കണക്കാക്കപ്പെടുന്നു. ആ വിമാനത്തിൻ്റെ വരവിൽ കാര്യമായ ചില കാരണങ്ങളുണ്ട് എന്ന് തന്നെ വിലയിരുത്തിയാണ് പലരും. പ്രത്യേകിച്ച് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം യുദ്ധ സാഹചര്യത്തിലേക്ക് വളർന്നു നിൽക്കുന്നതുകൊണ്ട്. എന്തായാലും ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് ഈ വിമാനത്തിൻ്റെ വരവ് മുതൽക്കൂട്ടായിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള റഡാറുകളെയും കണ്ണുവെട്ടിച്ച് ആരും അറിയാതെ കടന്നുപോകാൻ കഴിവുള്ള വിമാനമായാണ് F-35B അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ ആകാശത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ കൃത്യമായി വിമാനത്തെ ഐഡന്റിഫൈ ചെയ്യുകയും ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനത്തിലെ ക്യാപ്റ്റനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ ജെറ്റ് വിമാനങ്ങൾ അയച്ച് അകമ്പടി സേവിച്ചാണ് ഈ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യിപ്പിച്ചത്. എല്ലാ റഡാറുകളെയും കണ്ണുവെട്ടിച്ച് എവിടെയും കടന്നു കയറാൻ കഴിയും എന്ന് വിചാരിക്കുന്ന വിമാനം ഇന്ത്യയിൽ കടന്നു കയറിയപ്പോൾ ഇന്ത്യക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിൻ്റെ വിജയമായി കണക്കാക്കപ്പെടുന്നു. മാത്രമല്ല, ഈ വിമാനത്തെക്കുറിച്ച് വിശദമായി പഠിക്കാനും അതിൻ്റെ ഹൈ ഡെഫിനിഷൻ ദൃശ്യങ്ങൾ എടുക്കാനുമൊക്കെ ഇന്ത്യൻ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതീവ സുരക്ഷിതവും രഹസ്യവുമായി ബ്രിട്ടൻ കൈകാര്യം ചെയ്യുന്ന വിമാനമാണ് ഉടലോടെ തിരുവനന്തപുരത്ത് വന്ന് ലാൻഡ് ചെയ്തതും ഇവിടെ പല ദിവസങ്ങൾ കിടന്നതും. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് ഈ വിമാനത്തിൻ്റെ വരവ് ആഹ്ലാദമാണ് ഉണ്ടാക്കുന്നത്.